9:30 വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണം കിട്ടിയില്ല. ഇന്നലെ കഴിച്ചതാണ്. സാറിനെ കാണാൻ പറ്റുന്നതല്ലേ, അവർ വിശന്ന് തളർന്നിരിക്കുന്ന കടകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ കടയടപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമുക്കൊരു കഞ്ഞി കൊടുക്കാന്നുള്ള തീരുമാനം എടുക്കുകയായിരുന്നു. പുന്നപ്രയിലെ VS-ൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ആളുകൾ ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഇവിടുത്തെ നാട്ടുകാർ ദൂരദേശത്തു നിന്ന് എത്തുന്നവർക്ക് ഭക്ഷണം ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ട് അവരെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനാകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ വീട്ടുടമസ്ഥയായ സന്ധ്യ ചേച്ചി നമ്മോടൊപ്പം ചേരുകയാണ്. ചേച്ചി ഇവിടെ ഹോട്ടൽ നടത്തുന്നുണ്ട്. ഇന്ന് ഹോട്ടലിന് അവധി നൽകിക്കൊണ്ട് എല്ലാവർക്കും ഭക്ഷണം നൽകാനായി തീരുമാനിക്കുകയായിരുന്നു. ചേച്ചി, എന്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിന് വേണ്ടി? എല്ലാവരും സാറിനെ കാണാൻ പറ്റുന്നതല്ലേ, അവർ വിശന്ന് തളർന്നിരിക്കുന്ന കടകളൊന്നുമില്ല. ദൂരെയൊക്കെ കാണുന്ന ആൾക്കാർ വരുന്നതുകൊണ്ട് അവർക്ക് ഭക്ഷണവും പിന്നെ ബാത്റൂമിലൊക്കെ പോകാൻ രാവിലെ മുതലൊക്കെ വരുന്നുണ്ടായിരുന്നു. കുളിക്കാനൊക്കെ അവരെല്ലാം സൗകര്യം ചെയ്തു. ഇത് എൻ്റെ പെങ്ങളുടെ വീടാണ്. അപ്പോൾ ഇന്ന് ഈ മരിപ്പാറിന് ഞാനിവിടെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. ഹോട്ടൽ വീട്ടിലൂടെ നടത്തുന്നതാണ്. പെങ്ങളാണ് നടത്തുന്നത്. ഹസ്ബൻഡ് മരിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ അവൾ ഒറ്റയ്ക്കാണ് ഇത് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ ഒത്തിരി ആൾക്കാർ ഇതിൽ പോയായിരുന്നു. അപ്പോൾ പാലക്കാട് നിന്ന് അവിടുന്ന് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അന്നേരം നമുക്ക് അവർക്കൊരു ഭക്ഷണം കിട്ടാനായിട്ട് ഇവിടെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഇവിടെ കടയടപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമുക്കൊരു കഞ്ഞി കൊടുക്കാന്നുള്ള തീരുമാനം എടുക്കുകയായിരുന്നു. നമ്മുടെ പ്രാദേശിക നായകനും കൂടെ അല്ലേ, അപ്പം നമുക്ക് നമ്മുടെ മനസ്സിലെ ചങ്കാണ്. അത് തീർച്ചയായിട്ടും ഞങ്ങളത് ചെയ്യും. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ 9:30 വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണം കിട്ടിയില്ല. ഇന്നലെ കഴിച്ചതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ചതാണ്. അപ്പോൾ ഇങ്ങനൊരു കഞ്ഞി കിട്ടിയത് ആ വീട്ടുകാർക്കും എനിക്ക് അത്രയും സന്തോഷമാണ്. ഒരു വിശന്ന് പോണവർക്ക് ഒരു പിടി കഞ്ഞി കൊടുത്തത്